പിന്നെ നമ്മളിപ്പോ അതേ ദൃശ്യം 3 കാണാനായിട്ട് പോവാണ് കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 11:20 പടം സ്റ്റാർട്ട് ചെയ്യണത്. പ്രസാദമാണല്ലേ, പ്രസാദ് ഐമാക്സ് കേട്ടോ. ആ ഒരു തിയേറ്ററിലേക്കാണ് അങ്ങനെ ആദ്യമായിട്ട് പോണത്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിങ്ങിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോ നിങ്ങളോട് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. കൂട്ടുകാരെ, നമ്മള് ഹൈദരാബാദ് പ്രസാദ് തിയേറ്ററിൽ വന്നേക്കാണ്. അവിടെ വെച്ച് പരിചയപ്പെടും. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് മലയാളികളെ ഇല്ലാന്ന് വിചാരിച്ചത്. ഇവിടെ ഒരു അടിപൊളി കുറെ ഇത്ര പേരെന്നറിയും, നമുക്കൊരു വിശ്വസിക്കാൻ പറ്റില്ല. ഇവരിപ്പോൾ അവർ പരിചയപ്പെട്ടുള്ള ആൾക്കാരാണ്, സബ്സ്ക്രൈബറാണ്. ഒരുപാട് പേര് ഇത്ര മലയാളി കാണാൻ ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിന് മുമ്പ് വന്നിട്ട് ഇതുവരെ ഇത്ര കുറെ മലയാളികളെ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത് ഒന്ന് കാണിച്ചു കൊടുത്താണ് മലയാളി എത്ര പേര് ദൃശ്യം പടം കാണാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാ. ഫസ്റ്റും സെക്കൻഡിനേക്കാട്ടും അടിപൊളി എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ലേ ഇവിടെ ആൾക്കാരുണ്ടാ, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇപ്പം എല്ലാവരും പോയിട്ട് ഈ ദൃശ്യം പടം ഇത് കാണാം, അടിപൊളിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പം എല്ലാവരും കൂടി പടം അടിപൊളിയുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഇന്റർവെല് കഴിഞ്ഞു, അത് കഴിഞ്ഞു പ്രതീക്ഷിച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു സസ്പെൻസ്, ഭയങ്കര ഒരു സസ്പെൻസാണ്. ഒന്നും പറയാനില്ല. എന്താ പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു, ഞാൻ കഥയൊന്നും പറയാൻ നിൽക്കണില്ല. എന്തായാലും ദൃശ്യം 3 സൂപ്പറാണ്, അടിപൊളി. ഞാൻ അവിടെ കുറേ പേര് പരിചയപ്പെട്ടു. ഞാൻ ആദ്യം ഹൈദരാബാദിൽ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇത് ആൾക്കാരൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര പേർക്ക് മലയാളികളുണ്ടോ തന്നെ ഞാൻ അതിശയിച്ച് പോയി. ഒന്നും പറയാനില്ല, പടം അടിപൊളിയാണ്. നിങ്ങളെന്തായാലും നേരിട്ട് പോയി കാണുക. സൂപ്പർ ഹിറ്റാണ് കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല.